നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ബ്രേക്കിംഗ് വാർത്തയുമായാണ് ഇന്നെത്തിയിരിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് അധികാരമേറ്റയുടൻ സാധാരണക്കാർക്കായി വലിയൊരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഒട്ടനവധി മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകളിൽ നിന്നും 2 മാസത്തെ പെൻഷൻ തുക ഒന്നിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രതിമാസം 2000 രൂപ വെച്ച് 2 മാസത്തെ തുകയായ 4000 രൂപയാണ് അർഹരായവരുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതിന്റെ വിതരണം വരാനിരിക്കുന്ന മെയ് 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തുടനീളം ആരംഭിക്കും. ഈ തുക ബാങ്ക് അക്കൗണ്ട് വഴിയാണോ അതോ കൈകളിൽ നേരിട്ടാണോ ലഭിക്കുക? ആർക്കൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പണം അനുവദിച്ചിരിക്കുന്നത്? ഇത് മുടങ്ങാതെ വാങ്ങാൻ നിങ്ങൾ ഈ 2 ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട അടിയന്തര കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 3 പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി നോക്കുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ഏറെ മാസങ്ങളായി കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കാതെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പുകളിൽ ഒന്നായിരുന്നു മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകകൾ മുൻഗണന നൽകി വിതരണം ചെയ്യുമെന്നത്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ 4000 രൂപ ഒരുമിച്ച് അനുവദിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ബലിപ്പെരുന്നാൾ മാർക്കറ്റും കുടുംബ ചെലവുകളും മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണക്കാരുടെ കൈകളിൽ പണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനവകുപ്പ് ഈ തുക അടിയന്തരമായി പാസാക്കിയത്. മുൻപ് പലപ്പോഴും 1600 രൂപയായിരുന്നു പെൻഷൻ തുക. പുതിയ ഗവൺമെന്റിന്റെ ആദ്യ പ്രഖ്യാപനങ്ങളുടെ ഭാഗമായി പ്രതിമാസം 2000 രൂപ എന്ന നിരക്കിലേക്ക് പുതുക്കി നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ടാണ് 2 മാസത്തെ തുക ഒന്നിച്ചു വരുമ്പോൾ അത് കൃത്യം 4000 രൂപയായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായവർക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. അടുത്തതായി എല്ലാവർക്കും അറിയേണ്ടത് ഈ പണം എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുക എന്നതാണ്. ഇതിനായി സർക്കാർ 2 രീതികളാണ് സംവിധാനിച്ചിരിക്കുന്നത്. ഒന്നാമതായി, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവർ. നിങ്ങളുടെ പെൻഷൻ തുക മുൻപ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് വന്നിരുന്നതെങ്കിൽ മെയ് 25 മുതൽ ഘട്ടങ്ങളായി തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇതിനായി ട്രഷറിയിൽ നിന്നും ബാങ്കുകളിലേക്ക് തുക കൈമാറുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാമതായി, സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് മുൻപ് വീട്ടിൽ വന്ന് പെൻഷൻ തന്നിരുന്ന രീതിയിലുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ മെയ് 25 മുതൽ നിങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തി തുക കൈമാറും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റ് ഈ വിതരണ ശൃംഖല വേഗത്തിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ പെരുന്നാളിന് മുൻപ് തന്നെ പരമാവധി ആളുകളുടെ കൈകളിൽ തുക എത്തിച്ചേരും. പെൻഷൻ മുടങ്ങാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ തുക നിങ്ങളുടെ കൈകളിൽ കൃത്യമായി വരണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പലർക്കും പെൻഷൻ അനുവദിച്ചാലും അക്കൗണ്ടിൽ പണം വരാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ബയോമെട്രിക് മസ്റ്ററിംഗ്. നിങ്ങൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരാണെങ്കിൽ അടിയന്തരമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ ജീവൻ പ്രമാൺ പോർട്ടൽ വഴിയോ മസ്റ്ററിംഗ് ചെയ്യുക. മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ ലിസ്റ്റ് താൽക്കാലികമായി ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് KYC. നീണ്ട നാളുകളായി ബാങ്ക് അക്കൗണ്ടിൽ ഇടപാടുകൾ നടത്താത്തവർ ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഇൻആക്റ്റീവ് ആയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ ബാങ്കിൽ പോയി ആധാർ കാർഡും വിവരങ്ങളും നൽകി അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് ഉറപ്പാക്കുക. ആധാർ ലിങ്കിങ്. നിങ്ങളുടെ പെൻഷൻ ഐഡിയും ആധാർ നമ്പറും തമ്മിൽ കൃത്യമായി ലിങ്ക് ആണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. പുതിയ UDF ഗവൺമെന്റിന്റെ ഈ ആദ്യ തീരുമാനം സാധാരണക്കാരായ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഉത്സവ കാലത്ത് വലിയൊരു തണലാകും എന്നതിൽ സംശയമില്ല. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ബാങ്കുകളിൽ നിന്നോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ റീജിയണൽ അറിയിപ്പുകൾ നമ്മൾ അടുത്ത വീഡിയോകളിലൂടെ ഉടനടി പങ്കുവെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പെൻഷൻ തുക ലഭിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എത്ര മാസത്തെ കുടിശ്ശികയാണ് ഇനി വരാനുള്ളത് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഈ സുപ്രധാന വിവരം നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും വേഗത്തിൽ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത്തരം വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.